തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയ കോഴിക്കോട് രാമനാട്ടുകര അവിടെ ഇപ്പോഴും ഒരു പരിഹാരവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് നഗരസഭയ്ക്കെതിരെ പരാതി ഉയർന്നിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെങ്കിലും തെരുവുനായ വന്ധ്യംകരണത്തിന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. AK അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായ ഒരു പ്രദേശമാണ് രാമനാട്ടുകര. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഇത് സംബന്ധിച്ച വാർത്തകൾ നിരവധി പ്രാവശ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഒപ്പം നിൽക്കുന്ന ഒരു കുഞ്ഞുണ്ട്, മോന്റെ പേരെന്താ? ഈ കുഞ്ഞിനെ നേരെ തെരുവുനായ ഓടിച്ച് അപകടത്തിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞിന്റെ അമ്മയാണ് ഇത്. എപ്പോഴായിരുന്നു? മോന് രാവിലെ മദ്രസ വിട്ട് വരുന്ന വഴിക്കാണ്. നമ്മളെ റോഡിന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അവിടുന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു. അതിലോന് തിരിച്ച് അതിലോന് ഓടിയത് റോട്ടുമൊക്കെയാണ്. കാരണം നമ്മളിങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റണില്ല. ഇവനന്ന് ഓടിയ സമയത്ത് ഞങ്ങളൊക്കെ ഓൻ്റെ കരച്ചിൽ കേട്ടാണ്ട് ഓടിപ്പോയിക്കേനി. അല്ലാതെ ഇവിടെ ഈ വഴിക്ക് എല്ലാ സ്ഥലത്തും നല്ലോണം ഉണ്ട്. ഡോക്ടർ മനോഹർ ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രാവിലെയും രാത്രിയും വലിയ ശല്യമാണ്. പ്രഭാത സവാരിക്കൊക്കെ ആളുകൾ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ടല്ലോ, വഴിയോരങ്ങളിൽ നിന്ന് തെരുവുനായകളെ നീക്കണം എന്നുള്ള അത് ആ വിധി വളരെയധികം സ്വാഗതാർഹമാണ്. പ്രതീക്ഷ നല്ല സുപ്രീം കോടതിയിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഈ അക്രമങ്ങൾ പതിവായപ്പോൾ നിങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്രയും നാളായിട്ടും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്നാണ് നമുക്കറിയാൻ കഴിയും. ശരിയാണ്, അത് നമുക്ക് വേണ്ട രീതിയിൽ ആശാവഹമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില വന്ധ്യകരണങ്ങളൊക്കെ നടത്തി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് ശാശ്വതമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു തെരുവുനായകളെ വന്ധ്യീകരണം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ശക്തമായ നടപടി സ്വീകരിക്കുക. അതാണ് മൊത്തത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാണോ? ഭയങ്കര. അന്നേരം നാളെ തന്നെ റോഡിന്റെ മുകളിൽ കയറിയിട്ട് രാത്രി നമ്മൾ ഓടിച്ചിരിക്കുക വീടിന്റെ മുകളിൽ. അതാ ഇതിലോ ചാടിയാന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുട്ടികളാരും ഇല്ലാഞ്ഞ നന്നായി. ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്ക് ഇടുകയും അലക്ഷ്യമായി ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ തെരുവുനായകൾ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. ആ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയുടെ ഭാഗത്ത്, അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത്, സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്ത് വരുന്നത്. KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.